അസ്സലാമലൈക്കും റോഫത്തുൽപ്പൻസിയാണ്. എല്ലാവരും ഞാൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഫുള്ള് പാട്ടുള്ളൂ, പ്രസംഗമല്ലേ, അല്ലെങ്കിൽ ദീനിനെ പറ്റിയൊന്നും പറയില്ലേ, ആളുകൾക്ക് ഉപകാരമില്ലൊന്നും പറയുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഓരോ പരിപാടിയായിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ട് വല്ലാതെ വിടലില്ല. അപ്പോൾ ഇന്ന് തുടങ്ങാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ രണ്ട് ഹദീസുകളാണ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. അതൊരായത്താണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനില് ബലാത്കാരമില്ല, അഥവാ ദീനിൽ നിർബന്ധിക്കലില്ല. അഥവാ ഒരാൾ നമ്മൾ നല്ല നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വഴി വെച്ച രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഓനോട് എന്ത് ചെയ്യുക, ഈ അങ്ങനെ നടക്കരുത്, ഈ കള്ള് കുടിക്കരുത്, ഈ വ്യഭിചരിക്കരുത്, ഈ തെറ്റുകൾക്ക് നടക്കരുത് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് നിർബന്ധിക്കാൻ പാടില്ല, നമുക്ക് കൽപ്പിക്കാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളെ 3 വട്ടം ഉപദേശിക്കുക, 4ാമത്തെ വട്ടം നമ്മൾ ഉപദേശിച്ചിട്ട് റെഡി ആയിട്ടില്ലാന്നെങ്കിൽ അടിക്കണം, അല്ലെങ്കിൽ കൽബുകൊണ്ട് വെറുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു കാര്യവും പറഞ്ഞിട്ട് 3 പ്രാവശ്യം പറഞ്ഞിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് അടിക്കാനും, അതുപോലെ തന്നെ നമ്മളോട് മനസ്സുകൊണ്ട് വെറുക്കാനും പറയണം. അപ്പോഴും ഒരാൾ എന്താ ചെയ്യാൻ പാടില്ല, കൊല്ലാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കേസുകളൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ആളുകൾ അടിച്ചു കൊല്ലുക, അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്നു. അതേപോലെ തന്നെയാണ് അദ്ദീനു നസീഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദീന് എന്ന സംസ്കാരമാണ്. അഥവാ നമ്മൾ എപ്പോഴും നടക്കുമ്പോൾ അന്യമതസ്ഥർ പോലും നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും, മാപ്പിളാരെ പറയിപ്പിച്ചാണ് ഓരോ ആളുകൾ ഇവിടെ ഇറങ്ങും. അഥവാ ഞാനിപ്പോൾ നടക്കണ കാണുമ്പോൾ എൻ്റെ മതത്തിൽ പറയുന്നതല്ലാതെ എന്താണ് നടക്കുകയാണ്. അതേപോലെ ഓരോരുത്തർ മുടി വെട്ടുമ്പോൾ, നമുക്ക് മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നേരെ നിങ്ങൾ ഈ അവസ്ഥയിൽ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, മുടി കറക്റ്റായിട്ട് വെട്ടണം. അതേമാതിരി മുടിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ പറയാനുള്ളത്, നമ്മൾ ഡ്രസ്സിങ്, അഥവാ നീറ്റ് ഡ്രസ്സിങ് ആണ്, അഥവാ വൃത്തിയില്ലോനെ ഈമാൻ ഉണ്ടാവുള്ളൂ. അതേമാതിരി ക്ഷമയില്ലോനെ ഈമാൻ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും ഇല്ലാത്തവന് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ ഇല്ലാത്തവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അഥവാ ആക്കിബത്ത് നന്നാവില്ല, എല്ലാ ആക്കിബത്തിലും മുത്തഖീന്നാണ്. അഥവാ നമ്മൾ അന്ത്യം നന്നാണെങ്കിൽ നമ്മൾ മുത്തഖിയായിട്ട് ജീവിക്കണം. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.